ഹായ് ഹലോ ഇറ്റ്സ് മീ ആശ്രിത ശ്രീജിത്ത്. ഫെബ്രുവരി 14 ഇറങ്ങിയ പൈങ്കിളി മൂവിയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രീജിത്ത് ബാബു ഡയറക്റ്റ് ചെയ്തു, ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ പ്രൊഡ്യൂസ് ചെയ്ത പൈങ്കിളി മൂവിയിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സജിൻ ഗോപു, അനശ്വര രാജനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ ഫിലിമിൽ തീരെ സാറ്റിസ്ഫൈഡ് ആയില്ല. നമ്മൾ അതായത് നമുക്ക് അമ്പാൻ്റെ ഒരു ക്യാരക്ടർ ഒക്കെ നമുക്കറിയാം. ഇപ്പം ആവേശം മൂവിയിലെ അമ്പാൻ, പിന്നെ പൊന്മാൻ മൂവിയിലെ, അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടായിരുന്നു. ഒരു സ്റ്റോറി ആണെങ്കിലും ഒക്കെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്പെക്റ്റേഷൻ ലെവലിലോട്ട് ആ മൂവി വന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് ഫീലായത്. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഞാൻ മൂവിയിൽ. അത്യാവശ്യം ലാഗിങ്ങും എല്ലാം എനിക്ക് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല ലാഗിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അത്ര ലാഗിങ് ഫീൽ ചെയ്തില്ലെങ്കിലും സെക്കൻഡ് ഹാഫിലും എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാനായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റോറിയും എനിക്ക് അടുത്തൊന്നും ഫീൽ ആയില്ല. ഞാൻ എൻ്റെ മാത്രം ഒപ്പീനിയനാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ തന്നെ മ്യൂസിക് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ അതിനകത്തെ എന്താ പറയുക, കോമഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോമഡി എനിക്കൊരു വർക്കൗട്ടായിട്ട് തോന്നില്ല. അവിടെ ഇവിടെ ഒന്ന് രണ്ട് കോമഡീസും മാത്രമേ നമുക്ക് ചിരിക്കാനുള്ളൊരു വകയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. വേറെ ഒരു കോമഡീസും എന്താ പറയുക, അവർ ഇടുന്ന കോമഡിയിൽ നമുക്ക് ചിരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മൈൻഡിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു മിക്ക കാര്യങ്ങളിലും. പിന്നെ ഇതിൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തു, ആ സ്റ്റോറി ഏതോ ഒരു വഴി കൂടെ ഒക്കെ പോയി ഏതോ ഒരു ഡയറക്ഷനിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊരു ഫീലിംഗാണ് എനിക്ക്. എൻ്റെ എൻഡിങ്ങിലും എന്താ പറയുക, എൻഡിങ് ഒരു കംഫർട്ട് സോണിൽ കൊണ്ടൊരു എൻഡിങ് നിർത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മൂവി തുടങ്ങി അത് എങ്ങനെയെങ്കിലും ലാസ്റ്റ് തീർന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരെ ഞാൻ നിന്നായിരുന്നു. അത്രയും എനിക്ക് ബോറായിട്ട് തന്നെ ഫിലിം തോന്നി. എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാത്തതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പറയാം, അബു സലീം ഒരു ചെറിയൊരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഓവറോൾ അതിനകത്തുണ്ട് ആള്. അപ്പം അബു സലീമിൻ്റെ ഒരു ചെറിയ ഡയലോഗ്സ് ആണെങ്കിലും അത് നമുക്ക് ചെറിയൊരു കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നത് അനശ്വര എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. കുറേ പറയുന്ന കോമഡി ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ചളി ലെവലിലോട്ടുള്ള ഡയലോഗ്സ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഞാൻ മസ്റ്റ് വാച്ച് എന്ന് പറയാനായിട്ട് എനിക്കതിനകത്തൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ ബൈ.